സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ടിൻറ്റു മഹാദേവ് ഒരു RSS ചെറ്റ. അവൻ ആർക്ക് പിറന്നതാണെന്ന് അറിഞ്ഞൂടാ. എന്തായാലും ശരി, അവനൊരു ശ്വാനനാണ്. പട്ടിക്കും താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ടവനാണ് അവൻ. അവൻ പറയാണ് രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിൽ നിറയൊഴിക്കുമെന്ന്. രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിൽ നിറയൊഴിക്കുമെന്ന്. ആദ്യം അവൻ്റെ അമ്മയുടെ നെഞ്ചിൽ പോയവൻ പിന്നെ നിറയൊഴിക്കട്ടെ, അല്ലെങ്കിൽ അവൻ്റെ തലതൊട്ടപ്പനായ മോഡിയുടെ നെഞ്ചിൽ പോയ മോഡി നിറയൊഴിക്കട്ടെ, എന്നിട്ട് രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിൽ നിറയൊഴിക്കാം. അപ്പൊ എന്ത് തെമ്മാടിത്തരവും ചെറ്റത്തരവും ഗുണ്ടായുസവും ഈ കേരളത്തിൽ നടക്കുന്നത് ഈ ഇടതുപക്ഷം ഭരിക്കുമ്പോഴാണെന്നുള്ള ഓർമ്മ വേണം. കമ്മ്യൂണിസ്റ്റ് ഒരു മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കാനുള്ള തൻ്റെ ഇവനല്ല എവിടെ നിന്ന് കിട്ടി? ഇത് കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി തന്നെയാണോ? ലോകത്ത് എവിടെ ഇങ്ങനെ ഒരു സംഭവം കേട്ട് കഴിയുക പോലുമില്ല. ഇവനെയൊക്കെ അന്ന് അറസ്റ്റ് ചെയ്യണം. ഇതിപ്പോ കോൺഗ്രസ് KPCC ഭാരവാഹി കൊണ്ടുവന്ന് ഒരു പെറ്റീഷൻ കൊടുത്തതിന്റെ പേരിലാണ് അവന്റെ വീട്ടിൽ പോയത്, ഒരു BJP-കാരന്റെ വീട്ടിൽ പോയത്. അപ്പോ അങ്ങനെ ചെയ്തില്ലെങ്കിൽ അതിനെപ്പറ്റി ഒരു അന്വേഷണമില്ല, ഒരു അറസ്റ്റും ഇല്ല. അപ്പൊ വേറെ ഏതെങ്കിലും ഒരു പാർട്ടിക്കാരനാണെങ്കിൽ എന്തൊക്കെ ചെയ്യുമായിരുന്നു, എന്തൊക്കെ കോലാഹലം അവിടെ സൃഷ്ടിക്കുമായിരുന്നു. ചാനൽ ചർച്ചയാവുമായിരുന്നു, മറ്റതാവുമായിരുന്നു, മറിച്ചതാവുമായിരുന്നു. എന്നിട്ട് പറയണ ഒരു ഗോപാലകൃഷ്ണൻ, ഗോപാലകൃഷ്ണൻ തെണ്ടി, അവൻ ഒരു പട്ടിക്ക് തുല്യമല്ലേ? അവൻ മനുഷ്യനാ? അവൻ പറയുന്ന കേട്ടില്ലേ, പോലീസുകാർ ഞങ്ങളുടെ വീട്ടിൽ BJP-കാരുടെ പ്രവർത്തകരുടെ വീട്ടിൽ കയറിയാൽ ചാണകം മുക്കി അടിക്കുമെന്ന്. ഏത് പോലീസുകാരനായിരുന്നാലും അവൻ ആര്? അവൻ ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് അതീതനാണോ? ഇന്ത്യയുടെ പോലീസ് സംവിധാനത്തിന് അതീതനാണോ? ഇവൻ ആര്? അപ്പൊ ഇവനൊക്കെ ഇവിടെ എന്തും കാട്ടിക്കൂട്ടുമെന്ന് അവര് മുന്നറിയിപ്പ് നൽകുകയാണ്. അത് മനസ്സിലാക്കണം കേരളത്തിലെ സമൂഹം. എന്താണ് നിങ്ങളൊക്കെ മിണ്ടാതിരിക്കുന്നത്, പ്രതികരിക്കാത്തത് എന്താണ്? അപ്പൊ BJP-കാർക്ക് എന്തും RSS-കാർക്ക് എന്തും തെമ്മാടിത്തരവും ഇവിടെ കാണിക്കാവുന്ന. ആരെപ്പറ്റി എന്തും പറയും. നിങ്ങൾ ഞങ്ങളെ വീട്ടിൽ കയറി, പോലീസ് വന്നാൽ ഞങ്ങള് ചാണകം മുക്കി അടിക്കുന്നു. ചാണകം തന്നെ നീയൊക്കെ ചാണകം മുക്കി അടിക്കുന്നു. എടാ തെണ്ടി, നീ ഒരു ഗോപാലകൃഷ്ണ, നിനക്ക് 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 തന്തയുണ്ട? നീ തന്തയ്ക്ക് പിറന്നവനാണെങ്കിൽ നീ ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത്? നിനക്ക് അമ്മയുണ്ട, അച്ഛനുണ്ട, സഹോദരങ്ങളുണ്ട. അപ്പൊ നിനക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ, ഒരു പോലീസ് കേസ് നീ കൊണ്ടുവന്ന് കംപ്ലൈന്റ് ചെയ്താൽ, മറ്റുള്ളവരുടെ വീട്ടിൽ പോലീസ് പോയി അന്വേഷണം നടത്തിയ അവരും ഇതേപോലെ പറഞ്ഞു തുടങ്ങിയ പിന്നെ ഇവിടുത്തെ നിയമ സംവിധാനം എന്തിനാണ് പോലീസ്, എന്തിനാണ് കോടതി? അപ്പൊ നീയെല്ലാമല്ലേ ഇപ്പൊ ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്നത്. അപ്പൊ ആ ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്ന ഒരു ഭരണകക്ഷി തന്നെ പറയാണ് പോലീസുകാരൻ BJP-യുടെ വീട്ടിൽ കയറി അന്വേഷണം നടത്തിയാൽ ഞങ്ങൾ ചാണകം മുക്കി അടിക്കും. നീ ഇപ്പൊ ചാണകം മുക്കി അടിക്കണമെന്ന് പറഞ്ഞ് ചുമ്മാണ്. നീയൊക്കെ വേണമെങ്കിൽ തോക്കുമായിട്ട് നീയൊക്കെ ഇറങ്ങും. അപ്പോ നിന്റെ അല്ല പാലക്കാട് RSS-ന്റെ സ്കൂളിൽ ഇതുപോലെ ബോംബ് ഉണ്ടാക്കലാണ് നിന്റെയൊക്കെ ജോലി. ഈ നാട്ടില് കുട്ടിച്ചോറാക്കാൻ വേണ്ടി അക്രമവും വിപ്ലവവും ഉണ്ടാക്കാൻ വേണ്ടിയാണ് നിന്റെയൊക്കെ ശ്രമം. അതായത് അതൊന്നും ഈ കേരളത്തിൽ വില പോവില്ല. നിന്നെയൊക്കെ അതായത് അന്തസ്സുള്ള ഒരു നല്ല കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നെങ്കിൽ നീ എല്ലാം ഇന്ന് അകത്ത് കിടന്ന് ഉണ്ട തിന്നുമായിരുന്നു. അതിനിപ്പോ കഴിവില്ലാത്ത ഒരു പിണറായി ആയിപ്പോയി. എന്ത് ചെയ്യാനൊക്കെ നല്ലൊരു കമ്മ്യൂണിസ്റ്റുകാരൻ ആ ശിവൻകുട്ടിക്ക് വല്ലതും ഈ ആഭ്യന്തരം കൊടുത്തിരുന്നെങ്കിൽ എന്നേ നീയെല്ലാം അകത്ത് കിടക്കുമായിരുന്നു. അപ്പൊ എന്തായാലും ശരി, നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പൊ ഈ തെമ്മാടിത്തരം പറയുന്നതിനൊക്കെ ഒരു അതിരുണ്ട്. BJP-കാരൻ കൂടുതലൊന്നും വിളയണ്ട. ഈ നാട്ടിൽ എന്ത് തെമ്മാടിത്തരം കാണിക്കാന്നുള്ള ഒരു ഹുങ്ക് ആ മോഡി അവിടെ ഇരുന്ന് ഭരിക്കുന്നോണ്ടാണ്. അപ്പൊ മോഡി നിങ്ങളും വിചാരിച്ചാൽ എന്തും ആകാമെന്ന് വിചാരിക്കരുത്. ഇവിടെ ഈ നാട്ടിലെ സംസ്കാര സമ്പന്നനായ, വിദ്യാഭ്യാസമുള്ള, ബുദ്ധിയുള്ള മതേതരവാദികളായ ജനങ്ങൾ ഇതിനെതിരെ പ്രതികരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു പാവപ്പെട്ട ഒരു നേതാവ്, അതായത് അധികാരം ലവലേശം പോലും തൊട്ട് തീണ്ടിയിട്ടില്ല, അധികാരത്തിന് വേണ്ടി കാത്തുകിടക്കാത്ത, അധികാരം വന്നിക്ക് പ്രശ്നമേ അല്ല, ഈ നാട് നീളെ ഇറങ്ങി പാവപ്പെട്ടവരുടെ ജനങ്ങളുടെ ഇറങ്ങി സമ്പർക്കം പുലർത്തി അവരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ഒരു നേതാവിനെ നെഞ്ചിൽ വെടിവെച്ചു കൊല്ലുന്ന പറഞ്ഞ പ്രിന്റ് മഹാദേവ്. ഇവനൊക്കെ തന്തയ്ക്ക് പിറന്നവന്മാരാ. തന്തയില്ലാത്തവനായിരിക്കും അവന് തന്തയും കാണൂല, തള്ളയും കാണൂല. അവനൊക്കെ അല്ലാതെ ടെസ്റ്റ് ട്യൂബ് ശിശുവായിട്ട് വല്ലതും ജനിച്ചവനായിരിക്കും. യവനെയൊക്കെ പിടിച്ച് ജയിലിലിട്ട് തൂക്കിക്കൊല്ലണമെന്നാണ് എൻ്റെ അഭിപ്രായം. അതായത് നിയമം അനുസരിച്ച് ചെയ്യണം, അല്ലാതെ അവനെ അല്ലാതെ വെട്ടിക്കൊല്ലാനല്ല പറയുന്നത്. അവനെയൊക്കെ ജയിലിൽ കയറ്റണം. ആദ്യം പോലീസ് കേസ് എടുക്കണം. ഇതിപ്പോ കോൺഗ്രസ്സുകാർ കേസ് കൊടുത്തതിന് ശേഷമാണ് കേസ് എടുക്കുന്നത്. അല്ലാതെ പോലീസ് സ്വമേധയാ കേസെടുത്ത് അവനെ അകത്താക്കണമായിരുന്നു, വിചാരണ ചെയ്യണമായിരുന്നു. ഇതിനൊക്കെ തക്കതായ മാക്സിമം ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം. എന്നിട്ട് അവനെയൊക്കെ പഠിപ്പിക്കണം. ഇവനെല്ലാം വേണ്ടി പ്രത്യേകമായ ജയിലുകൾ ഉണ്ടാക്കി കിടക്കണം, ജയിലിൽ അറവുണ്ടാക്കി വെക്കണം. എങ്കിലേ ഈ നിയമ സംവിധാനത്തിന് ജനങ്ങൾക്ക് ഒരു ഭയം ഉണ്ടാവും. നിയമത്തിനെ സംരക്ഷിക്കേണ്ട ഒരു ഭരണകക്ഷിയുടെ ഒരു വ്യക്താവ് വന്നിരുന്ന്
നെഞ്ചിൽ വെടിവെച്ച് കൊല്ലും എന്നൊക്കെ പറഞ്ഞ് ഇവനൊക്കെ എന്ത് തെമ്മാടിത്തരമാണ് കാണിക്കുന്നത്? കേരളത്തിലെ യുവജനങ്ങള് സടകുടഞ്ഞ് എഴുന്നേൽക്കണമെന്ന് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരോ കോൺഗ്രസ്സുകാരോ എന്തോ ആവട്ടെ, മുസ്ലിം ലീഗുകാരോ ഏതോ ആവട്ടെ, CPI-ക്കാരോ ആവട്ടെ, നിങ്ങളെല്ലാം ഈ ഇത്തരം വൃത്തികെട്ട തെമ്മാടികളെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തണമെന്നും അവർക്കെതിരെ നിങ്ങളെല്ലാം പ്രതികരിക്കണമെന്നും പ്രചാരണം നടത്തണമെന്നും ഞാൻ ഈ സമൂഹത്തോട്, കേരളത്തിലെ സമൂഹത്തോടും യുവജനങ്ങളോടും ആവശ്യപ്പെടുകയാണ്. നിങ്ങളെല്ലാം നമ്മുടെ നാടിന്റെ നന്മയ്ക്കും സന്തോഷത്തിനും ജനങ്ങളുടെ ക്ഷേമത്തിനും സൗഹാർദ്ദത്തിനും വേണ്ടി പ്രവർത്തിക്കണമെന്നും വിദ്വേഷവും വെറുപ്പും സമൂഹത്തിൽ നിന്ന് ഇല്ലാതെ ചെയ്യാൻ വേണ്ടി നിങ്ങളെല്ലാം പ്രയത്നിക്കണമെന്നും ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ഭാരത്.